Bismillahirrahmanirrahim. Inna hadhihi ummatukum ummatan wahida wa ana rabbukum fa'budun. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു വെള്ളിയാഴ്ച കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിച്ച മുഴുവൻ ആളുകളെയും സ്വന്തമെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മള് ദുൽഹിജ്ജ മാസത്തിലാണ് നിലകൊള്ളുന്നത്. റമദാൻ കഴിഞ്ഞ് ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹജ്ജ് കർമ്മങ്ങള് തുടങ്ങുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 8ാമത്തെ ദിവസം, ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്ന ദിവസമാണത്, യൗമു തർവിയ, ദുൽഹിജ്ജ 8. ദുൽഹിജ്ജ 9 യൗമു അറഫ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ എന്ന് പറയുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ് എന്നാണ്. പിന്നെ ദുൽഹിജ്ജ 10 യൗമുൻ നഹർ. ദുൽഹിജ്ജ 11, 12, 13 തീയതികൾ അയ്യാമുത് തശ്രീഖ്. ഇത്രയും ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. ഈ ദിവസങ്ങളില് ഹജ്ജിന്റെ കർമ്മങ്ങള് ഹാജിമാര് അനുഷ്ഠിക്കുമ്പോ നമ്മൾക്കും ഇവിടെ ചില കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അറഫാ ദിനത്തിൽ നോമ്പെടുക്കുന്നുണ്ട്, ബലിയറുക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അറഫയാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക്, ഒരു ഹാജിക്ക് അവന്റെ ഹജ്ജ് പൂർത്തീകരണം അത് സാധുവാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ്, അതിനെ അൽ ഹജ്ജ് അറഫ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ഇജ്മ എന്തെന്ന് ചോദിച്ചാല് ഫമല്ലം യഅതി അറഫതൻ ഖബ്ല തുലൂഇൽ ഫജ്രി യൗമൻ നഹർ വലൗ ലഹലത്തിൻ വലൗ മാറൻ ഫാത്തഹുൽ ഹജ്ജു ബി ഇജ്മാഇൽ ഉലമാ. ഈ ദിവസം, അറഫ ദിവസത്തില് അവിടെ ഒരു നിമിഷമെങ്കിലോ അല്ലെങ്കിൽ അതുവഴി നടന്നു പോകുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഫാത്തഹുൽ ഹജ്ജ്, ഹജ്ജ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് വെന്റിലേറ്ററിലായ ആളെ പോലും ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അറഫയിൽ നിർത്തുന്നത്. ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഹജ്ജിന് അറഫ ഉണ്ട്, ഉംറയ്ക്ക് അറഫല്ല. അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജിലെ അറഫ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബുറൂജ്, സൂറത്ത് ബുറൂജിൽ മഷ്ഹൂദ് എന്ന് നമ്മൾ സാധാരണ ഒന്നായത്താണ്. ഈ ആയത്തിൽ മഷ്ഹൂദ് എന്നതിനെ കുറിച്ച് പറയുന്നത് അത് അറഫ ദിവസത്തെ കുറിച്ചാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. സാക്ഷി നിൽക്കപ്പെടുന്നത്, സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നത്. അപ്പൊ അത് അറഫ ദിനത്തെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. അൽ യൗമുൽ മൗഊദ് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. യൗമുൽ മൗഊദ് എന്ന് പറയുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിനം എന്ന് പറഞ്ഞത് യൗമുൽ ഖിയാമ. വൽ യൗമുൽ മഷ്ഊദ് യൗമു അറഫ. യൗമുൽ മഷ്ഊദ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൗമു അറഫയാണ്. വശാഹിദ് എന്ന് പറഞ്ഞു, വശാഹിദിൻ വമഷ്ഊദ ഷാഹിദ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൗമുൽ ജുമുഅ ആണ്. അപ്പൊ ഈ ദിനങ്ങളുടെയൊക്കെ തന്നെ പ്രത്യേകത കൂടെ
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൗമുൽ ജുമഅയാണ് വശാഹിദിൻ എന്ന് പറഞ്ഞത് എന്നാണ് ഈ തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പിന്നെ സൂറത്തുൽ ഫജ്ർ നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്നതാണ്. അതിൽ ഒന്നാമത്തെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകള് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കുറച്ച് സൂചിപ്പിച്ചു. അതിൽ പറയുന്ന വശഫ്ഇ വൽ വത്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വശഫ്ഇ വൽ വത്ർ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഷഫ്ഇ ഇരട്ട, വത്ർ ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്ന സൂറത്തു ഫജ്റിന്റെ 3-ാമത്തെ ആയത്തില് അത് ഒറ്റ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, വത്ർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അറഫ ദിനത്തെ കുറിച്ചാകുന്നു എന്നും, പിന്നെ ഷഫ്ഉ എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഷ്ഫഉ യൗമുൽ അദ്ഹ, ഷഫ്ഉ എന്ന് പറയുന്നത് ബലിദിനം അഥവാ പെരുന്നാൾ ദിനത്തെ കുറിച്ചാകുന്നു, വൽ വത്ർ എന്ന് പറയുന്നത് യൗമു അറഫയാകുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയധികം പ്രാധാന്യമുണ്ട് അറഫ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന്. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ആ ദിവസത്തിന് ഇത്രയും പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഈ അറഫയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇല് അറഫയിലെ നമിറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് റസൂലുള്ളാഹ് അന്ന് അവിടെ സാക്ഷിയായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതും. അവിടെ വെച്ചാണ് ഈ ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്ത് ഇറങ്ങുകയും ചെയ്തത് എന്ന് ഹദീസുകളിലും തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ റസൂലുള്ളാഹ് ഇവിടെ വെച്ചിട്ട് അറഫയിൽ വെച്ച് റസൂലുള്ളാഹ് ലോക പ്രശസ്തമായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗമാണ് നടത്തിയത്. വളരെ കുറച്ച് റസൂലുള്ളാഹ് സന്ദർഭത്തിൽ പ്രസംഗിച്ചിട്ടുള്ളൂ, ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. ഒന്നും ഒഴിവാക്കാനില്ലാത്ത രീതിയിലാണ് റസൂലുള്ളാഹ് ആയത്ത് സന്ദർഭത്തിൽ പ്രസംഗിച്ചിരുന്നത് എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് പറയുന്ന നോക്ക് നിങ്ങൾ അതിൽ അറഫ പ്രസംഗത്തിന്റെ ആ ഭാഗം നമുക്കൊക്കെ എടുത്ത് വായിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു. അത് സംസാരിച്ചതൊരു വെള്ളിയാഴ്ചയാണ്. അറഫ നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. റസൂലിന്റെ അന്നത്തെ അറഫ ദിനം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം അവിടെ വെച്ച് റസൂൽ പ്രസംഗിക്കുന്ന സംഗതി ഇങ്ങനെയാണ്: അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ മിന്നി, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുവിൻ, ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. അടുത്ത വർഷം ഇതുപോലൊരു സ്ഥലത്ത്, ഇതുപോലൊരു രീതിയിൽ, ഇതുപോലൊരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇസ്മഉ മിന്നി, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഫഇന്നി ലാ അദ്രി, നമുക്കറിയില്ല, എനിക്കറിയില്ല, ലഅല്ലി, ഉണ്ടാകുമോ എന്ന്, ലാ അൽഖാകും ബഅദ ആമി, അടുത്ത വർഷം ഇതുപോലെ പറഞ്ഞു തരാൻ. റസൂലിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ്. ആ ഹജ്ജ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹ് വഫാത്താകുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒന്നാമത് റസൂലുള്ളാഹ് പറയുന്നത് മനുഷ്യരെ മൊത്തം സംബന്ധിക്കുന്ന കാര്യം. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന ദിമാഅക്കും വഅഗ്റാലക്കും ഹറാമുൻ അലൈക്കും. ഇന്ന ദിമാഅക്കും, മനുഷ്യരെ, നിങ്ങളുടെ രക്തങ്ങൾ, വഅഗ്റാലക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും, പരസ്പരം പവിത്രമാണ്. നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത്, പരസ്പരം അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്, അത് പവിത്രമാണ്. ഇന്ന ദിമാഅക്കും വഅഗ്റാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഏതുപോലെ പവിത്രമാണ്? ഈ ദിവസത്തെ പോലെ പവിത്രമാണ്. യൗമതാണ് അറഫ ദിനത്തിന്റെ പവിത്രത. ഫീ യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ,
മാസം ഏതാണ്? ദുൽഹിജ്ജ മാസമാണ്. ഈ മാസത്തെ പോലെ പവിത്രമാണ്. ഈ രാജ്യത്തെ പോലെ പവിത്രമാണ്. എന്താണ്? മക്ക രാജ്യമാണ്. ആ മക്കയെ പോലെ, ദുൽഹിജ്ജ മാസത്തെ പോലെ, അറഫ ദിവസത്തെ പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും എല്ലാം തന്നെ പവിത്രമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറയുന്ന വർത്താനം. എന്തൊക്കെ പറയണ്ടാവും ഒരാളെ അവസാനമായിട്ട് പ്രസംഗിക്കും, പക്ഷെ ഇതാണ് ആദ്യം പറഞ്ഞു കൊടുക്കുക. എന്തേ കാരണം? മനുഷ്യർ പരസ്പരം കടിച്ചു ചീറാനും പിച്ചി ചീന്താനും അവഹേളിക്കാനും സാധ്യതയുള്ളത് ഇതിലൂടെയാണ്. ഇതിലൂടെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ആരും ആരുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്, ആരും ആരുടെയും രക്തം ചിന്തരുത് എന്ന് പറഞ്ഞെടുക്കുക. എന്നിട്ട് പറഞ്ഞൊക്കെ അറിയോ? അയ്യുഹന്നാസ്, ജനങ്ങളെ, വീണ്ടും പറഞ്ഞു, ഇന്ന റബ്ബക്കും വാഹിദ്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, ഒന്നാണ്. അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും ലി ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. നിങ്ങള് എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ ഇലാഹ്, ദൈവം, ആരാധ്യൻ അല്ലാഹു, അവൻ ഒന്നാണ്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾ റബ്ബ് ഒന്നാകുന്നു. അപ്പൊ ഏകനായ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു. പിന്നെ പറയുന്നത് നിങ്ങളുടെ പിതാവ് അഥവാ ആദം, അതാണ് നിങ്ങളുടെ പിതാവ്. ആദമാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഉപ്പ, പിതാവ് ഒന്നാകുന്നു. ഖുർആനിൽ കൃത്യമായി പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അതന്നെ അള്ളാഹുവിന്റെ റസൂല് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇന്ന റബ്ബക്കും വാഹിദ്, ഇന്ന അബാക്കും വാഹിദ്, കുല്ലുക്കും ലി ആദം വ ആദമു മിൻ തുറാബ്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മാന്യൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, അവൻ തറവാട് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ അല്ല. അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയുള്ളവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കേണ്ടത്. വലൈസ, വീണ്ടും പറഞ്ഞു നിങ്ങളെ, വലൈസ ലി അറബിയ്യിൻ അലാ അജമി ഫദ്ലൻ ഇല്ലാ ബിത്തഖ്വ, അറബിക്ക് അനറബിയേക്കാളോ, ഇത് വേറെ രീതിയിലൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവൻ വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ ലാ ഫദ്ല, ഒരു ശ്രേഷ്ഠതയും ഇല്ല, ഇല്ലാ ബിത്തഖ്വ, ഭക്തി കൊണ്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഭക്തി, തഖ്വ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് ലഭിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജുറാത്തിലെ ആയത്ത് ഇത് വ്യക്തമാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർണ്ണങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കിയത് നിങ്ങളൊക്കെ പരസ്പരം ഒരു അഡ്രസ് ഉണ്ടാകാൻ, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. മുമ്പൊരു രണ്ട് കുത്തുബ മുമ്പ് നമ്മള് വിഷയം പറഞ്ഞു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഈ സന്ദർഭം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. അതേതാ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഇതാ പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ ദീനിലേക്ക് എന്തെങ്കിലും പുതിയത് കൊണ്ടുവരാനോ ഈ ദീനിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് മാറ്റി നിർത്താനോ ഒന്നും തന്നെയല്ല, അത് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ മേലിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളും ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു ഇസ്ലാമിനെ ദീനൻ, മതമായിക്കൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്,
നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തെന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? നരകത്തിന് അകറ്റി നിർത്തുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് ഹലാ അൽ ബല്ലഗ്ത, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് റസൂല ചോദിക്കുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് സ്വർഗം കിട്ടാനുള്ള മാർഗം, എന്താണ് നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗം എന്ന് ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാന്റെ റസൂൽ പറയാണ്, പിന്നെ അള്ളാഹുവെ നീയാണ് അതിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ റിസാലത്തിൽ, തന്റെ മുബല്ലിഗിൽ, തന്റെ ദൗത്യത്തിൽ, പ്രബോധനത്തിൽ, ദഅവത്തിൽ ഒന്നും തന്നെ വിട്ടുപോകാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, എല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതോടുകൂടി ദീൻ പൂർത്തിയായി. ഇനി ഈ മതത്തിലേക്കൊന്നും കൊണ്ടുവരാനുമില്ല, ഈ മതത്തിനോട് എടുത്ത് കളയാനുമില്ല. അതാണ് അലിയവും അക്മൽത്തുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തില് വീണ്ടും റസൂൽ ഒരു ആയത്ത് കൂടി ഓതി കൊടുത്തു. ആ ആയത്ത് ഏതാ? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. ഈ സമൂഹം ഇത് ഏക സമൂഹമാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധ്യനാകട്ടെ, അവരുടെ റബ്ബാകട്ടെ, ആ റബ്ബ് ഏകനാകുന്നു. ഫഅബ്ദൂൻ, അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്ന് ആ റസൂലുള്ള അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ റസൂലുള്ള പ്രഖ്യാപിച്ചത് എന്താണ്? എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന മാനവികതയുടെ ഏറ്റവും വലിയ സന്ദേശമാണ് അറഫയിൽ നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത്. അതാണ് അറഫയിൽ നമ്മൾ ഇന്നും കാണുന്നത്. ഹജ്ജിന് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്കിടയിൽ വൈജാത്യങ്ങളില്ല, അവർക്കിടയിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ല, അവർക്കിടയിൽ രാജാവോ പ്രജയോ ഇല്ല, അവർക്കിടയിൽ കറുത്തവനോ വെളുത്തവനോ ഇല്ല, അവർക്കിടയിൽ വിദേശിയോ സ്വദേശിയോ ഇല്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരേ വസ്ത്രമാണ് ധരിച്ചത്. അതുകൊണ്ട് തന്നെ അവര് എല്ലാവരും ഒരു രക്ഷിതാവിൽ നിന്നാണ്, ഒരു റബ്ബിൽ നിന്നാണ്. അവരുടെ റബ്ബും ഒന്ന് തന്നെയാണ്. അത് പറയാനുള്ളതാണത്, ഇന്നും പറയാനുള്ളത് അത് തന്നെയാണ്. എല്ലാ മനുഷ്യന്മാരും ഒന്നാണ്, ആരും അന്യരല്ല എന്നുള്ള. പിന്നെന്താ, കുറെ വിശ്വാസ വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാം, പക്ഷെ മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ എല്ലാവരെയും മനുഷ്യരായി കാണണം എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കുറെ കാര്യങ്ങൾ പിന്നെ അവിടെ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്ന്, പുരുഷന്മാരോടും സ്ത്രീകളോട് പറഞ്ഞ് പുരുഷന്മാർക്കോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് അതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അവസാനത്തെ റസൂലിന്റെ സംസാരാണ്. പിന്നെ അതുപോലെ ഒരു സമൂഹത്തെ സാക്ഷിയെത്തിക്കൊണ്ട് റസൂൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അത് ആ രീതിയിൽ റസൂൽ പറഞ്ഞറിയോ, മൻ സതറ ഔറത അഖീഹി സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, ആ മനുഷ്യന്റെ ന്യൂനതകൾ പരലോകത്ത് അല്ലാഹു മറച്ചു. ആ പദം പ്രയോഗിച്ച എങ്ങനെയാണെന്ന് അറിയോ? ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലെ ഒരു ന്യൂനത മറച്ചു വെച്ചാൽ, നമ്മളൊരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ നമ്മുടെ ന്യൂനതകൾ ഔറാത്തഹു എന്ന് പറഞ്ഞ ന്യൂനതകൾ ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചത്, അള്ളാഹു മറച്ചു വെക്കും. വമൻ സതറ വമൻ കശഫ ഔറതഹു അഖീഹി മുസ്ലിം, ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ ഔറത്തിനെ വെളിവാക്കിയാൽ, ന്യൂനതയെ വെളിവാക്കിയാൽ, കശഫല്ലാഹു ഔറതഹു, അവന്റെ ന്യൂനതകളും അല്ലാഹു വെളിവാക്കും. ഹത്താ യുഫ്റു ഫീഹാ ഫീ ബൈതിഹി, അവനെ ദുനിയാവിൽ വെച്ച് തന്നെ അത് വെളിവാക്കും. അവൻ ഏത് കോട്ടയിൽ ഒളിച്ചിരുന്നാലും
അപ്പൊ വളരെ ഗൗരവത്തിലാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റുള്ളവന്റെ ന്യൂനതകൾ ചെകഞ്ഞ് അന്വേഷിച്ചു പോകുന്ന തിരക്കിലെ മനുഷ്യന്മാരുന്ന്, ആ തിരക്കിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ അതില്ലാതിരിക്കാനാണ് റസൂലിന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അതുപോലെ റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിച്ചാൽ, ഇവിടുന്ന് നിങ്ങൾ ഒരു മനുഷ്യനെ സഹായിച്ചാൽ നാളെ പരലോകത്ത് അള്ളാന്റെ സഹായങ്ങൾ കിട്ടും. അപ്പം ആ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. ആരും ആരെ ന്യൂനത തെരഞ്ഞൊന്നും പോണ്ട, ആരെ ന്യൂനതയും തെരഞ്ഞോണ്ട. തെരഞ്ഞു പോയാൽ അതിനേക്കാൾ വലുത് പടച്ചോ നമ്മൾക്ക് എന്ത് ചെയ്യും, പുറത്തു കൊണ്ടുവരും, ഇവിടുന്നല്ലേ പരലോകത്ത് നിന്ന്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് ആ കാര്യങ്ങള് റസൂലുള്ള നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് അറഫ എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത, അതിലെ പിന്നെ കാര്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മയുമായിട്ട് മുന്നോട്ട് പോവുക. ഹജ്ജുമായി നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഇനിയും പറയാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിലൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ അറഫയിലെ പ്രസംഗം നമ്മൾക്ക് മലയാളത്തിലും അറബിയിലും മറ്റെല്ലാ ഭാഷകളിലും വായിക്കാൻ കിട്ടുന്നതാണ്. നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കണ്ടി. ഒരു മനുഷ്യന്റെ ജീവിതം നന്നാവാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ, ഒരു മനുഷ്യനായി ജീവിക്കാൻ ആ ഒരു അറഫയിലെ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കും. നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.